അതികഠിനമായ വേനൽച്ചൂടിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ വലയുന്നതിനിടെ വിചിത്രമായ ഒരു പ്രതിവിധിയുമായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കടുത്ത വേനൽച്ചൂടിനെ പ്രതിരോധിക്കാൻ പോക്കറ്റിൽ ഒരു സവാള കരുതണമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ ഉപദേശം. മധ്യപ്രദേശിലെ ശിവ്പുരിയിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ ഈ പരാമർശം. ആധുനികമായ എയർ കണ്ടീഷണറുകളെക്കാളും മറ്റ് സംവിധാനങ്ങളെക്കാളും ഇത്തരം പരമ്പരാഗത രീതികളെ വിശ്വസിക്കാനാണ് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ എൻ്റെ കാറിലോ ഇരിക്കുന്ന സ്ഥലത്തോ AC ഉപയോഗിക്കാറില്ല. മെയ് ജൂൺ മാസങ്ങളിലെ 51 ഡിഗ്രി ചൂടിൽ പോലും ആളുകൾ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഇത് ചമ്പൽ ചർമ്മമാണ്. മറ്റൊരു കാര്യം കൂടി പറയാം. കാഴ്ചയിൽ എനിക്ക് പ്രായം കുറവ് തോന്നിക്കുമെങ്കിലും എൻ്റെ മനസ്സ് പഴയതാണ്. അതിനാൽ നിങ്ങളുടെ കീശയിൽ എപ്പോഴും ഒരു സവാള കരുതുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും വലിയ പെട്ടികളുമായി നടക്കുകയാണ്. എന്നാൽ വാർത്താവിനിമയ മന്ത്രി കൂടെ കൊണ്ടു നടക്കുന്നത് സവാളയാണ്. ഇതൊക്കെ പഴയ രീതികളാണ്. ആയുർവേദം പുരോഗമിക്കുമ്പോൾ ഇത്തരം പരമ്പരാഗതമായ അറിവുകളെ നമ്മൾ മറന്നുപോകരുത്. തന്നെ കാണുമ്പോൾ പ്രായം കുറവ് തോന്നിക്കുമെങ്കിലും ഉള്ളിൽ പഴയ രീതികളെ മുറുകെ പിടിക്കുന്ന ഒരാളാണെന്നായിരുന്നു അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്. ചബൽ പ്രദേശത്തുകാരുടെ കരുത്തുള്ള ചർമ്മമായതിനാലാണ് ഇത്രയും ചൂടിനെ AC ഇല്ലാതെ നേരിടാൻ തനിക്ക് സാധിക്കുന്നത്. പോക്കറ്റിൽ ഒരു ഉള്ളി കൂടി കരുതുകയാണെങ്കിൽ ചൂട് മൂലമുള്ള പ്രശ്നങ്ങൾ ഏൽക്കില്ലെന്നും വാർത്താവിനിമയ മന്ത്രിയായ താൻ ഇന്നും സവാള കൂടെ കൊണ്ടു നടക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആയുർവേദവും ശാസ്ത്രവും പുരോഗമിക്കുമ്പോഴും നമ്മുടെ പഴയകാല അറിവുകളെ മറക്കരുതെന്നാണ് സിന്ധ്യയുടെ പക്ഷം. കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവന പുറത്തു വരുന്നത് രാജ്യം അതീവ ഗുരുതരമായ താപതരംഗത്തിലൂടെ കടന്നുപോകുമ്പോഴാണ്. നിലവിൽ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും താപനില 40 മുതൽ 46 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി നിൽക്കുകയാണ്. രാജസ്ഥാനിലെ ബാർമറിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില, അതായത് 46.4 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. ഡൽഹി ഉൾപ്പെടെയുള്ള ദേശീയ തലസ്ഥാന മേഖലകളിൽ കടുത്ത ചൂട് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഉച്ച സമയങ്ങളിൽ വീശിയടിക്കുന്ന ഉഷ്ണക്കാറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഭൂരിഭാഗം ജില്ലകളും നിലവിൽ കടുത്ത താപതരംഗത്തിന്റെ പിടിയിലാണ്. വരും ദിവസങ്ങളിൽ ജമ്മുകാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ചൂട് ക്രമാതീതമായി വർദ്ധിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലും ചൂടും ഈർപ്പവും നിറഞ്ഞ അസ്വസ്ഥകരമായ കാലാവസ്ഥ തുടരുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ചൂടുകാലത്ത് സവാള കൂടെ കരുതുന്ന രീതി വടക്കേ ഇന്ത്യയിലെ ചില ഗ്രാമീണ മേഖലകളിൽ നിലനിൽക്കുന്ന വിശ്വാസമാണെങ്കിലും ഇതിന് ശാസ്ത്രീയമായ അടിത്തറയില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കൊടും ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് അധികൃതർ നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശം. പ്രായമായവർ, കുട്ടികൾ, ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ എന്നിവർ നിലവിലെ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.